മെൽറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഒരുപാട് ചൂടാകാൻ പാടില്ല. ഇതിലേക്ക് സെയിം ആ കപ്പിൽ തന്നെ അളന്നെടുത്ത ആട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഖഡ പ്രസാദ് റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, നമ്മളിങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ. ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഖഡ പ്രസാദാണ്. അതായത് ഗുരുദ്വാരകളിലേക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് കേട്ടോ. ശരിക്കും ഒരു ഗോതമ്പ് ഹൽവയാണ്. അപ്പോൾ ഇതെങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട് ഉണ്ടാക്കാമെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസിലെ വീഡിയോ ഒക്കെ നോക്കി ചെയ്ത് നോക്കി 2 പ്രാവശ്യം സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ 3ാം പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. അപ്പം ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഓടി വരണേ. അപ്പോൾ ഈ പ്രസാദം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഗോതമ്പ് ഹൽവ ഉണ്ടാക്കുന്നതിന് ഞാൻ ഈ ഒരു കപ്പിലാണ് എല്ലാം അളന്നെടുക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കപ്പിൽ നമുക്ക് നെയ്യ് അളന്നെടുക്കാം. നെയ്യ് ഞാനിതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മെഷർമെൻറ്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, എന്നാലേ പെർഫെക്റ്റ് ആയിട്ടുള്ള കടപ്രസാദ് കിട്ടുകയുള്ളൂ. ഇനി ഇത് നമുക്ക് പതുക്കെ മെൽറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഒരുപാട് ചൂടാകാൻ പാടില്ല. ഇതിലേക്ക് സെയിം ആ കപ്പിൽ തന്നെ അളന്നെടുത്ത ആട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആട്ട ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ലോ ആക്കിയിട്ട് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ ലംസ് ഒന്നും ചെറിയ ചെറിയ കട്ടയായിട്ടൊന്നും പാടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ട് നല്ലപോലെ ആ കട്ടയൊക്കെ ഉടച്ചു കൊടുത്ത് ഇനി ഇതിൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ, അതായത് നമ്മുടെ ഒരു ബിസ്ക്കറ്റിൻ്റെയൊക്കെ കളർ വരുമല്ലോ, അപ്പോൾ ആ ഒരു കളർ വരുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയം ടു ലോയെ വെക്കുള്ളൂ, ഹൈയിൽ വെക്കാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ ഷുഗറും റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒരു 3rd ടൈംസാണ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഞാൻ കുറേ പഠിച്ചിട്ടാണ്, കുറേ പേരുണ്ടാക്കുന്നത് നോക്കി പഠിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ. അപ്പം ഒരുപാട് സിമിലാരിറ്റീസ് വരും, മറ്റുള്ളവരുണ്ടാക്കിയ വീഡിയോയോട് കുറേ സിമിലാരിറ്റീസ് വരും. ബിക്കോസ് നമുക്കിത് എന്താ പറയുക, തനിയെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരുപാട് പേരെ കണ്ടുപഠിച്ച്, നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടുപഠിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊട്ടും തന്നെ ലംസും പാടില്ല. പിന്നെ ഗീ ഇങ്ങനെ പതുക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും, ഇതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ആകും. അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് ബോയിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ബോയിൽ ചെയ്യുന്നുണ്ട്. ആ ആട്ടയുടെ ഒരു സ്മെല്ലൊക്കെ മാറി വരികയും ചെയ്യും കേട്ടോ. അടിക്ക് പിടിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കളർ വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ബിസ്ക്കറ്റിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക, എന്നിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതും സെയിം കപ്പിൽ അളന്ന് തന്നെയാണ് ഷുഗറും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് 2 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. വെള്ളം കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ പൊന്തി വരും. അതുകൊണ്ട് വളരെ സ്ലോയിൽ നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് നമുക്കിവിടെ ഒഴിക്കേണ്ടത്. അതായത് ഈ ഒരു കപ്പിൽ അളന്നെടുത്തത് തന്നെയാണ് കേട്ടോ. ഇനി ഇത് കൈകൊണ്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ നമ്മൾ ഏലക്കാപ്പൊടി, നട്ട്സ് അങ്ങനെയൊന്നും സാധാരണ കടപ്രസാദത്തിൽ ചേർക്കാറില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് പാത്രത്തിൽ നിന്ന് നല്ലതുപോലെ വിട്ട് എന്താ പറയുക, അലുവ പോലെ ആകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓയിൽ നല്ല ഗീ, നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഗീയും വിട്ട് വരും കേട്ടോ. പിന്നെ പ്രസാദമാകുമ്പോഴത്തേക്ക് നമ്മളിതിൽ ഉപ്പ് ചേർക്കാറില്ല. പിന്നെ നിങ്ങൾക്ക് ഉപ്പിനൊരു അഭാവം തോന്നുന്നുണ്ടെങ്കിൽ ലേശം, നിങ്ങൾ നോർമൽ ഒരു മധുരമായിട്ട് കഴിക്കാനായിട്ടാണെങ്കിൽ ലേശം ഉപ്പ് ചേർത്തോളൂ, കുഴപ്പമില്ല കേട്ടോ. പക്ഷേ സാധാരണ അവർ ഉപ്പ് ചേർക്കാറില്ല, വേറൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇതേ നമ്മളുടെ ഖഡ പ്രസാദ് റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, നമ്മളിങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഇതേ കണ്ടോ, ഉരുണ്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലതുപോലെ ഗീയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, വെള്ളം ഫുള്ള് വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഖഡ പ്രസാദ് കേട്ടോ. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ബദാമും കാഷ്നട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ പ്രസാദത്തിൽ ഇതൊന്നും ഇടാറില്ല, നമുക്ക് ഓപ്ഷൻ വേണമെങ്കിൽ കിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൽ നട്ട്സ് ഒന്നും ആരും ഇടാറില്ല. പക്ഷേ എനിക്ക് കുറച്ച് നട്ട്സ് കടിക്കുന്നത് നല്ല ടേസ്റ്റായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ നട്ട്സ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഖഡ പ്രസാദ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഖഡ പ്രസാദ്. സാധാരണ നമ്മൾ ഗുരുദ്വാരയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു പ്രസാദമാണ്. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കാറില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഉപ്പ് ചേർക്കാം. വീട്ടിൽ കഴിക്കാനായിട്ടാണെങ്കിൽ ഉപ്പ് ചേർക്കാം. പിന്നെ അതുപോലെ നട്ട്സും ഒക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഭയങ്കര ടേസ്റ്റാണ്.
വായിലിട്ടാൽ അലിഞ്ഞു പോകും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല നെയ്യും ഒക്കെ ആയിട്ടുള്ള. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.